എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലത്തെ റിംഗ് കർട്ടൻസൊക്കെ കാണും. അപ്പോൾ നമ്മളിത് മാസത്തിലൊരിക്കലോ 2 മാസം കൂടുമ്പോഴോ ഒക്കെ നമ്മൾ കർട്ടൻ വാഷ് ചെയ്യും. പ്രത്യേകിച്ച് വാഷിംഗ് മെഷീനിലൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഈ റിങ് ഇടയ്ക്ക് ചിലപ്പോൾ ഒരു സൈഡിൽ ഇളകി പോകുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ ഫുൾ റിങ്ങും ഇളകി പോകാനുള്ള ചാൻസസ് ഒത്തിരി കൂടുതലാണ്. ഞാൻ യൂസ് ചെയ്യുന്ന കർട്ടനിൽ ഒറ്റ ഒരു റിങ്ങേ ഉള്ളൂ. ഞാൻ മറ്റ് ചില കർട്ടനിൽ കണ്ടിട്ടുണ്ട് ഒരെണ്ണം ഫ്രണ്ടിലും ഒരു ബാക്കിലും അതിങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ഫിക്സ് ആകും. പക്ഷേ ഇത് അങ്ങനത്തേതല്ല, ഇത് ഒറ്റ റിങ്ങേ ഉള്ളൂ. ഇതുകൊണ്ട് വാഷിംഗ് മെഷീൻ ഇട്ടുകൊണ്ട് അത് ഇച്ചിരി വളഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആ വളമൊക്കെ ഒന്ന് നമ്മുടെ കൈ വെച്ചൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ആ വളമൊക്കെ ഒന്ന് നേരെയാക്കാൻ പറ്റും. അപ്പോൾ അത് വളമെല്ലാം ഒന്ന് നേരെയാക്കി എടുക്കുക. ഇച്ചിരി ഒന്ന് അകത്തി കൊടുക്കണം. അപ്പോൾ മൊത്തം ഇളകിപ്പോയ കർട്ടനാണെങ്കിൽ അത് മൊത്തം ഒന്ന് അകത്തി കൊടുക്കണം. അത് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നമ്മുടെ കർട്ടൻ്റെ നല്ല ഭാഗത്ത് അത് വെച്ചിട്ട് ഇതിങ്ങനെ അകത്തോട്ട് അത് കയറ്റാൻ ആദ്യം ഒന്ന് കയറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പിന്നെയും പിച്ചാത്തിയോ അതോ വെച്ചിട്ട് ഇങ്ങനെ അകത്തോട്ട് കുത്തി കയറ്റി കൊടുക്കണം. ഈ ഒരു സൈഡൊന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ കൈ വെച്ച് തന്നെ ആ റിങ്ങയിലൊന്ന് പ്രസ് ചെയ്താൽ അതവിടെ ഒന്ന് ഫിക്സ് ആവും. അപ്പോൾ ആ ആദ്യത്തെ ഒരു ഇച്ചിരി തുണി അങ്ങോട്ട് അകത്തോട്ട് കയറാൻ ഇച്ചിരി നേരം പിടിക്കും. അത് സൂക്ഷിച്ച് കൈയൊന്നും മുറിയാതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ടങ്ങ് ലോക്കാവും അവിടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി പതിയെ ഓരോ സൈഡും അതിനെ കുത്തി അകത്തേക്ക് കയറ്റിയിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ ഫ്രണ്ട് സൈഡും നോക്കണം. നല്ല വശത്തും അത് ചിലപ്പം ചെറിയ തുണിയുടെ പീസസ് അപ്പുറത്തെ സൈഡിലും കാണും. അപ്പോൾ അത് തിരിച്ചിട്ടിട്ടൊന്ന് നോക്കണം, അവിടെയും കറക്റ്റായിട്ടാണോ എല്ലാം കയറിയിട്ടുണ്ടോ നോക്കണം. ഇവിടെയൊക്കെ അപ്പുറത്തും നോക്കുമ്പോൾ അത് കയറിയതായിട്ട് തോന്നും, പക്ഷേ ഇവിടെ മൊത്തം കയറിയിട്ടില്ല, കുറച്ചിങ്ങോട്ട് വെളിയിലോട്ട് ചാടിക്കിടക്കുമായിരുന്നു. അപ്പം 2 സൈഡിലും നോക്കിയിട്ട് വേണം പ്രസ് ചെയ്യാൻ. അങ്ങനെ 2 സൈഡും നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാം. 2 സൈഡും നമ്മൾ തുണിയെല്ലാം നന്നായിട്ട് കയറ്റി കഴിഞ്ഞിട്ട് കൈ വെച്ച് നന്നായിട്ടത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകത്തില്ല. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അമുക്കിയാൽ മതി, അത് ഇങ്ങനെ നന്നായിട്ട് അമുങ്ങിയിരുന്നോളൂ. ഇതാണെങ്കിൽ ചെറുതായിട്ട് ഇളകിയതാണ്. ഇത് അതുപോലെ ചെറുതായിട്ടൊന്ന് അകത്തി കൊടുത്തിട്ട് ഈ തുണി അതുപോലെ മുൻപേ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലോട്ട് ക്ലോത്ത് കയറ്റി കൊടുക്കുക. മുൻപേ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ എല്ലാം 2 സൈഡും ചെക്ക് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് ഫിക്സ് ആവും. അത് തുണി അതിനകത്തൊന്നും ഊരിപ്പോകത്തില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെർഫെക്റ്റായിട്ട് നമ്മുടെ കർട്ടൻ്റെ റിങ്സ് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.